ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ചൂട് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കല്ലേറും സംഘർഷവും കൂടി ഇല്ലെങ്കിൽ ഒരു പൂർണ്ണത ഉണ്ടാകില്ല എന്ന് തോന്നിപ്പോകും. ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിക്ക് തൊട്ട് മുൻപാണ് കൊൽക്കത്തയുടെ തെരുവുകളിൽ BJP തൃണമൂൽ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. കൊൽക്കത്തയിലെ ഗിരീഷ് പാർക്കിലാണ് ഈ ഒരു വലിയ സംഘർഷം അരങ്ങേറിയത്. പ്രധാനമന്ത്രി സംസാരിക്കാനിരുന്ന ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം അകലെയാണത്. റാലിയിൽ പങ്കെടുക്കാൻ മുദ്രാവാക്യം വിളിച്ചു പോവുകയായിരുന്ന തങ്ങൾക്ക് നേരെ തൃണമൂൽ പ്രവർത്തകർ യാതൊരു പ്രകോപനവുമില്ലാതെ കല്ലെറിയുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് BJP പ്രവർത്തകരുടെ ആരോപണം. ആക്രമണത്തിൽ തങ്ങളുടെ നിരവധി വാഹനങ്ങൾ തകർന്നതായും അവർ പറയുന്നുണ്ട്. എന്നാൽ ഈ വാദങ്ങളെല്ലാം തൃണമൂൽ കോൺഗ്രസ് പാടെ തള്ളിക്കളഞ്ഞു. തങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല, BJP പ്രവർത്തകരാണ് ആദ്യം കല്ലേറ് തുടങ്ങിയത് എന്നൊക്കെയാണ് അവരുടെ പ്രാദേശിക നേതാക്കളുടെ വീടുകൾക്ക് നേരെ BJPക്കാർ ആക്രമണം അഴിച്ചുവിട്ടു എന്നൊക്കെ തൃണമൂൽ തിരിച്ചടിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കനത്ത സുരക്ഷയുള്ള നഗരത്തിലാണ് ഇരു വിഭാഗവും തമ്മിൽ വലിയ രീതിയിലുള്ള കല്ലേറും ഏറ്റുമുട്ടലും നടന്നത്. ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരു കൂട്ടരെയും പിരിച്ചുവിട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. നിലവിൽ ഈ പ്രദേശത്ത് സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി BJP സംസ്ഥാനത്ത് നടത്തിവരുന്ന പരിവർത്തൻ യാത്രയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ എത്തിയത്. ബംഗാൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ BJPയും കോട്ട കാക്കാൻ തൃണമൂൽ കോൺഗ്രസും നടത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പോരാട്ടമാണ് ഇത്തരം തെരുവ് യുദ്ധങ്ങളിലേക്ക് വഴിമാറുന്നത്. പ്രധാനമന്ത്രിയുടെ വേദിക്ക് കിലോമീറ്ററുകൾ മാത്രം അകലെ നടന്ന ഈ ഒരു സംഘർഷം ബംഗാളിലെ ക്രമസമാധാന നിലയെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ കൂടി ശക്തമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ മൂർധന്യത്തിൽ എത്തുമ്പോൾ ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നതാണ് ഭരണകൂടത്തിനും പോലീസിനും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ന്യൂസ് ഡെസ്ക് മലയാളം.